മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ കാണുന്നത് ലക്ഷ്മി ശരിക്കും പെട്ടിരിക്കുകയാണ്. മസ്താനി പറഞ്ഞത് ആവശ്യമില്ലാത്ത തരത്തിൽ ഏറ്റുപിടിച്ചിട്ടാണ് ലക്ഷ്മി നന്നായി പെട്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇത്തരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ലക്ഷ്മി ഇവിടെ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറഞ്ഞത്. ഇതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞാൽ ഇത്തരം ഒരു സെൻസിറ്റീവ് ആയുള്ള കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ കെയറും കൂടി വേണമായിരുന്നു. ഇതിനിടയിൽ ലാലേട്ടൻ നേരിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി ഇത് നിങ്ങൾ സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ ലക്ഷ്മിക്ക് മറുപടി ഒന്നും പറയാനില്ല, ഇല്ല എന്നാണ് ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ഈ വിഷയത്തിൽ ലക്ഷ്മി ഇങ്ങനെ ട്രിഗേർഡ് ആവണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉണ്ണിയിൽ പറയുന്നുണ്ട്, ലക്ഷ്മി എല്ലാ പുരുഷന്മാരോടും മാപ്പ് പറയണം, കാരണം പുരുഷന്മാർക്ക് എതിരാണ്, വിരോധിയാണ് എന്നൊക്കെ ഉണ്ണിയിലൂടെ ലക്ഷ്മിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആഴ്ച മുഴുവൻ ലക്ഷ്മിയെ ചുറ്റിപ്പറ്റിയ കാര്യങ്ങളാണ് നടക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അക്ബർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ആൺകുട്ടികളുടെ കൂടെ ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഒരു ആൺവിരോധിയാണെന്ന് തന്നെ ആരോപണം ഉയരുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണുന്നത് ലക്ഷ്മിക്ക് നെഗറ്റീവായിരിക്കുമോ പോസിറ്റീവായിരിക്കും കിട്ടുമോ നമുക്ക് അറിയില്ല. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇതിനെ നെഗറ്റീവായി പറയുന്ന ആളുകളും ഉണ്ടായിരിക്കാം. ലക്ഷ്മി പറഞ്ഞ വാക്കുകളൊക്കെ മസ്റ്റായിരുന്നു. ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഒന്നും മറുപടിയും കിട്ടിയില്ല. അതുപോലെ തന്നെ ഒനിയിൽ പോലും മുന്നോട്ട് വന്ന് ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി തന്നെയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത്തരം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സെൻസിറ്റീവായ വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത് ലക്ഷ്മിയുടെ വലിയൊരു തെറ്റായിരുന്നു. ധൈര്യം കാണിച്ചതായിരിക്കാം, പക്ഷെ അതൊരു കടന്ന ഒരു ധൈര്യമായി പോയി. ഇത് ലക്ഷ്മിക്ക് ഒരു പാഠമായിരിക്കട്ടെ. അല്ലെങ്കിൽ ധൈര്യം കാണിക്കുമ്പോഴും അതിന്റെ സമയവും സ്ഥലവും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇന്ന് ലക്ഷ്മിയാണോ മസ്താനിയാണോ പുറത്ത് പോകുന്നത് നമുക്കറിയില്ല. ഇതിൽ രണ്ടുപേരും ആരെങ്കിലും ഉണ്ടായിരിക്കുന്നത് നമുക്ക് കൺഫേം ആയിട്ട് പറയാം. എന്തായാലും നമുക്ക് എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാം. ലാലേട്ടൻ എങ്ങനെയായിരിക്കും ഇതിനെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കി കാണാം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.